ഓക്കെ, അപ്പോൾ നമ്മളിന്ന് എസ്റ്റിമേഷൻ്റെ ബാലൻസ് ആണ് നോക്കാൻ പോകുന്നത്. അതിൽ ആദ്യം തന്നെ നമുക്ക് പഠിക്കാനുള്ളത് റേറ്റ് അനാലിസിസ് ആണ്. റേറ്റ് അനാലിസിസ് എന്ന് പറയുമ്പോൾ നമുക്ക് പേരിൽ നിന്ന് തന്നെ നമുക്ക് മനസ്സിലാക്കാം എന്താണ് നമ്മൾ റേറ്റ് ഡിറ്റർമൈൻ ചെയ്യുന്ന ഒരു പ്രോസസ്സിനെയാണ് നമ്മൾ റേറ്റ് അനാലിസിസ് എന്ന് പറയുന്നത്. ഇറ്റ് ഇസ് പ്രോസസ് ഓഫ് ഡിറ്റർമൈനിങ് ദ റേറ്റ് ഓഫ് ആൻ ഐറ്റം. ഒരു ഐറ്റത്തിൻ്റെ റേറ്റ് നമ്മൾ കണ്ടുപിടിക്കുന്ന ഒരു പ്രോസസ്സിനെയാണ് നമ്മൾ റേറ്റ് അനാലിസിസ് എന്ന് പറയുന്നത്. ആൻഡ് നമ്മൾ ഈ റേറ്റ് അനാലിസിസ് ചെയ്യുമ്പോൾ കുറച്ച് ഡീറ്റെയിൽസ് ഒക്കെ നമ്മൾ കൺസിഡർ ചെയ്യേണ്ടതായിട്ടുണ്ട്. ഓക്കെ, ആ ഡീറ്റെയിൽസ് ഒക്കെ നമ്മളുടെ കയ്യിലുണ്ടെങ്കിൽ നമുക്ക് റേറ്റ് ഡിറ്റർമൈൻ ചെയ്യാൻ പറ്റത്തുള്ളൂ. അതാണ് ഈ കൊടുത്തേക്കുന്ന 5 ഡീറ്റെയിൽസ്. ആദ്യം തന്നെ നമുക്ക് റേറ്റ് അനാലിസിസ് ചെയ്യണമെങ്കിൽ ക്വാണ്ടിറ്റി ഓഫ് മെറ്റീരിയലും ലേബറും നമ്മൾ അറിഞ്ഞിരിക്കണം. എത്ര ക്വാണ്ടിറ്റി ഓഫ് മെറ്റീരിയൽ നമ്മൾ വേണം, എത്ര ലേബേഴ്സ് നമുക്ക് ഇന്ന വർക്ക് ചെയ്യാൻ വേണം, അതൊക്കെ നമ്മൾ അറിഞ്ഞിരിക്കണം. ദെൻ കോസ്റ്റ് ഓഫ് മെറ്റീരിയൽ ആൻഡ് ലേബർ. ഇന്ന ഒരു മെറ്റീരിയലിൻ്റെ കോസ്റ്റ്, പിന്നെ ഈ ഒരു ലേബറിന് ഇന്ന പണി ചെയ്യാൻ എത്ര കോസ്റ്റ് കൊടുക്കണം, അതും നമ്മളിലേക്ക് അറിഞ്ഞിരിക്കണം. പിന്നെ എക്യുപ്മെൻറ്റിൻ്റെ കോസ്റ്റ്, നമ്മളിപ്പോൾ ഒരു എക്യുപ്മെൻറ്റ് എടുക്കുകയാണെങ്കിൽ ആ എക്യുപ്മെൻറ്റിന് എത്ര കോസ്റ്റാണ്, ഇതെല്ലാം അറിഞ്ഞാലേ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റത്തുള്ളൂ. എക്യുപ്മെൻറ്റിൻ്റെ കോസ്റ്റ് പ്ലസ് ലേബറിൻ്റെ കോസ്റ്റ് പ്ലസ് ആ മെറ്റീരിയലിൻ്റെ കോസ്റ്റ് ഇതൊക്കെ ചെയ്ത് നമുക്ക് റേറ്റ് കണ്ടുപിടിക്കാൻ പറ്റത്തുള്ളൂ. ദെൻ ഓവർ ഹെഡ് ചാർജസ്. ഓവർ ഹെഡ് ചാർജസ് എന്ന് പറഞ്ഞാൽ ഇതിലൊന്നിലും ഉൾപ്പെടാത്ത, അതായത് അധിക ചിലവാകുമ്പോൾ നമ്മൾ പറയാം. ലൈക്ക് നമ്മളിപ്പോൾ റെൻറ്റ്, അതുപോലെ തന്നെ നമ്മൾ എന്തെങ്കിലും മാർക്കറ്റിങ്ങോ അങ്ങനെ എന്തെങ്കിലുമൊക്കെ ചെയ്യുന്നെങ്കിൽ അത് അങ്ങനെ അങ്ങനെയുള്ള ഇതിനാണ് നമ്മൾ ഓവർ ഹെഡ് ചാർജസ് എന്ന് പറയുന്നത്. ദെൻ പ്രോഫിറ്റും ഇതിനകത്ത് ഇൻക്ലൂഡ് ആവുന്നുണ്ട്. ഓക്കെ, അപ്പോൾ ഈ 5 സംഭവങ്ങളാണ്, ഈ 5 ഡീറ്റെയിൽസാണ് നമ്മൾ റേറ്റ് അനാലിസിസ് ചെയ്യുമ്പോൾ കൺസിഡർ ചെയ്യേണ്ടിയിരിക്കുന്നത്. ഇനി അടുത്തൊരു ടേം എന്ന് പറഞ്ഞാൽ ഷെഡ്യൂൾ ഓഫ് റേറ്റ്. ഈ ഷെഡ്യൂൾ ഓഫ് റേറ്റ് എന്നാണ് നമ്മളൊരു മെറ്റീരിയലിൻ്റെ അല്ലെങ്കിൽ ലേബറിൻ്റെ റേറ്റ് നമ്മൾ ഒബ്റ്റെയിൻ ചെയ്യുന്നത്. റേറ്റ് ഒരു മെറ്റീരിയലിൻ്റെയും മെറ്റീരിയലിൻ്റെയും അതുപോലെ തന്നെ ലേബറിൻ്റെയും റേറ്റ്, ഈ മെറ്റീരിയലിന് എത്രയാണ് റേറ്റ്, ലേബറിന് എത്ര കൊടുക്കണം എന്നൊക്കെ നമ്മൾ ഒബ്റ്റെയിൻ ചെയ്യുന്നത് ആ സമയത്തുള്ള കറണ്ട് ഷെഡ്യൂൾ ഓഫ് റേറ്റ് എന്നാണ്. ഓക്കെ, അതിൻ്റെ ഒരു ബുക്കാണ്. അതിലെ റേറ്റൊക്കെ നമ്മൾ റെഫർ ചെയ്തിട്ടാണ് അപ്പോഴത്തെ മെറ്റീരിയലിന് ലേബറിൻ്റെ റേറ്റ് നമ്മൾ കൊടുക്കുന്നത്. ഓക്കെ, അടുത്തത് സ്റ്റാൻഡേർഡ് ഡേറ്റ ബുക്കാണ്. സ്റ്റാൻഡേർഡ് ഡേറ്റ ബുക്ക് എന്ന് പറഞ്ഞാൽ സ്റ്റാൻഡേർഡ് ഡേറ്റ ബുക്ക് എന്ന് നമ്മൾ ഒരു യൂണിറ്റ് ഐറ്റത്തിൻ്റെ ഇൻ ടേംസിലാണ് നമ്മൾ പറയുന്നത്. അതായത് നമ്മൾ പറഞ്ഞു ഷെഡ്യൂൾ ഓഫ് റേറ്റിൽ നമുക്ക് റേറ്റ് ആണ് കിട്ടുന്നതെന്ന് പറഞ്ഞു. അതിന് റെഫർ ചെയ്ത് നമ്മൾ റേറ്റ് ആണ് എടുക്കുന്നത്, മെറ്റീരിയൽസിൻ്റെ ലേബറിൻ്റെ റേറ്റ്. എന്നാൽ സ്റ്റാൻഡേർഡ് ഡേറ്റ ബുക്ക് നമ്മൾ ക്വാണ്ടിറ്റി ആണ് എടുക്കുന്നത്. അത് വിത്ത് റെസ്പെക്ട് ഒരു യൂണിറ്റ് ഓഫ് ഐറ്റത്തിന് എത്ര ക്വാണ്ടിറ്റി മെറ്റീരിയൽ വേണം, എത്ര ലേബർ വേണം എന്നാണ് നമ്മൾ സ്റ്റാൻഡേർഡ് ഡേറ്റ ബുക്കിൽ നിന്ന് എടുക്കുന്നത്. ഓക്കെ, ഇത് രണ്ടും ഇമ്പോർട്ടൻ്റ് ആണ്. അപ്പോൾ അതാണ് ഷെഡ്യൂൾ ഓഫ് റേറ്റും സ്റ്റാൻഡേർഡ് ഡേറ്റ ബുക്കും. ഇനി നമ്മൾ പറയാൻ പോകുന്നത് സാങ്ഷനാണ്. സാങ്ഷൻ എന്ന് പറഞ്ഞാൽ എന്താണ്? ഓക്കെ ഇത് ഓക്കെ ആണെന്ന് പറഞ്ഞാൽ നമുക്കൊരു സൈൻ കിട്ടണം അല്ലേ, നമുക്ക് ഓക്കെ ഇത് അപ്രൂവ് ചെയ്തിരിക്കുന്നു, അതാണ് സാങ്ഷൻ. അപ്പോൾ സാങ്ഷൻസ് 3 ടൈപ്സ് ആണ്. അഡ്മിനിസ്ട്രേറ്റീവ് സാങ്ഷൻ, ടെക്നിക്കൽ സാങ്ഷൻ ആൻഡ് എക്സ്പെൻഡിച്ചർ അല്ലെങ്കിൽ ഫിനാൻഷ്യൽ സാങ്ഷൻ. അപ്പോൾ ഇത് ഓരോന്നായി നോക്കാം. അഡ്മിനിസ്ട്രേറ്റീവ് സാങ്ഷൻ എന്തായിരിക്കും? അഡ്മിനിസ്ട്രേറ്റീവ് സാങ്ഷൻ എന്ന് പറഞ്ഞാൽ ഒരു ഫോമൽ അക്സെപ്റ്റൻസ് ആണ്. നമ്മൾ ഏത് ഡിപ്പാർട്ട്മെൻറ്റിൻ്റെ വർക്ക് ആണോ ചെയ്യുന്നത് ആ ഡിപ്പാർട്ട്മെൻറ്റിൻ്റെ ഒരു ഫോമൽ അക്സെപ്റ്റൻസിനെയാണ് അഡ്മിനിസ്ട്രേറ്റീവ് സാങ്ഷൻ എന്ന് പറയുന്നത്. ഇതെന്ന് പറഞ്ഞാൽ ഇതിൽ വന്നിട്ട് എസ്റ്റിമേറ്റും പ്രിലിമിനറി പ്ലാൻസും നമ്മൾ പ്രിപ്പയർ ചെയ്തിട്ട്, അതായത് നമ്മളല്ല എഞ്ചിനീയറിംഗ് ഡിപ്പാർട്ട്മെൻറ്റ് പ്രിപ്പയർ ചെയ്ത അപ്രോക്സിമേറ്റ് എസ്റ്റിമേറ്റും അതുപോലെ തന്നെ പ്രിലിമിനറി പ്ലാൻസും, അതായത് നമ്മൾ ഇനിഷ്യൽ സ്റ്റേജിൽ ചെയ്യുന്നതാണല്ലേ അപ്രോക്സിമേറ്റ് എസ്റ്റിമേറ്റ് അതുപോലെ തന്നെ പ്രിലിമിനറി പ്ലാനും ഒക്കെ. അപ്പോൾ ഈ എഞ്ചിനീയറിംഗ് ഡിപ്പാർട്ട്മെൻറ്റ് പ്രിപ്പയർ ചെയ്ത ഈ അപ്രോക്സിമേറ്റ് എസ്റ്റിമേറ്റും ഈ പ്രിലിമിനറി പ്ലാൻസും പ്ലാൻസുമാണ് നമ്മൾ അഡ്മിനിസ്ട്രേറ്റീവ് സാങ്ഷനിന് സബ്മിറ്റ് ചെയ്യുന്നത്. ഓക്കെ, അപ്പോൾ അപ്രോക്സിമേറ്റ് എസ്റ്റിമേറ്റ് ആൻഡ് പ്രിലിമിനറി പ്ലാൻസ് ആർ സബ്മിറ്റഡ്. അപ്രോക്സിമേറ്റ് എസ്റ്റിമേറ്റ് ആൻഡ് പ്രിലിമിനറി പ്ലാൻസ് ആർ സബ്മിറ്റഡ് ഫോർ അഡ്മിനിസ്ട്രേറ്റീവ് സാങ്ഷൻസ്. ആരാ സബ്മിറ്റ് ചെയ്യുന്നത്? എഞ്ചിനീയറിംഗ് ഡിപ്പാർട്ട്മെൻറ്റ് അല്ലേ. ഓക്കെ, അപ്പോൾ അഡ്മിനിസ്ട്രേറ്റീവ് സാങ്ഷൻ കഴിഞ്ഞു. ഇനി അടുത്ത ടെക്നിക്കൽ സാങ്ഷനാണ്. ടെക്നിക്കൽ സാങ്ഷൻ എന്ന് പറഞ്ഞാൽ ഒരു ഡീറ്റെയിൽഡ് എസ്റ്റിമേറ്റിൻ്റെ അല്ലെങ്കിൽ ഡിസൈൻ അതുപോലെ തന്നെ ക്വാണ്ടിറ്റി ഓഫ് വർക്ക് ഇതിൻ്റെയൊക്കെ ഒരു സാങ്ഷനാണ്. ഇതെല്ലാം എഞ്ചിനീയറിംഗ് ഡിപ്പാർട്ട്മെൻറ്റാണ് സബ്മിറ്റ് ചെയ്യുന്നത് കേട്ടോ. അപ്പോൾ നമ്മൾ പറഞ്ഞു അഡ്മിനിസ്ട്രേറ്റീവിലാണെങ്കിൽ അപ്രോക്സിമേറ്റ് എസ്റ്റിമേറ്റ് പ്രിലിമിനറി പ്ലാൻസ് ആണ് നമ്മൾ സബ്മിറ്റ് ചെയ്യുന്നത്. അത് ടെക്നിക്കലിലാണെങ്കിൽ നമ്മൾ ഡീറ്റെയിൽഡ് എസ്റ്റിമേറ്റ് പ്രൊവൈഡ് ചെയ്യണം. ഡീറ്റെയിൽഡ് എസ്റ്റിമേറ്റ് അതുപോലെ തന്നെ ഡിസൈൻ, ക്വാണ്ടിറ്റി ഓഫ് വർക്ക് എക്സെട്ര, ഇതൊക്കെയാണ് നമ്മൾ ടെക്നിക്കൽ സാങ്ഷൻ സബ്മിറ്റ് ചെയ്യുന്നത്. അപ്പോൾ എക്സ്പെൻഡിച്ചർ ഫിനാൻഷ്യൽ സാങ്ഷൻ എന്തായിരിക്കും? ഒരു സ്പെസിഫിക് വർക്കിന് വേണ്ടി അവരെ അലോട്ട് ചെയ്യുന്ന മണി അല്ലെങ്കിൽ ഫണ്ടിനെയാണ് നമ്മൾ എക്സ്പെൻഡിച്ചർ സാങ്ഷൻ എന്ന് പറയുന്നത്. ഓക്കെ, ഇത് ഫിനാൻസ് ഡിപ്പാർട്ട്മെൻറ്റാണ് ഇത് പ്രൊവൈഡ് ചെയ്യുന്നത്.
പെട്ടെന്ന് എഴുതാൻ പറ്റും. ഫണ്ട് മണി എന്നൊക്കെ അവർ പറഞ്ഞു, അപ്പോൾ അത് നമുക്ക് പെട്ടെന്ന് എഴുതാൻ പറ്റും.